ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഷോപ്പിങ്ങും പിന്നെ നമ്മളെ ഉച്ചക്കത്തെ ഒരു ലഞ്ച് സ്പെഷ്യലാണ്. സദ്യ എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നെ സംബന്ധിച്ച് സദ്യ തന്നെ ആയിരിക്കും. എപ്പോഴും പരിപ്പും ചോറും മാത്രം ഉണ്ടാക്കുന്ന എനിക്ക് ഇതൊരു സദ്യ പോലെ തന്നെ. അപ്പോൾ മരുവോളും ഉണ്ടായിരുന്നു റൂമിൽ, പിന്നെ പെങ്ങളെ പിയാപ്പിളയും വരുന്നുണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ ഇതാദ്യം ഷോപ്പിങ്ങിൻ്റെ വീഡിയോ കാണിക്കാം. അങ്ങനെ ഷോപ്പിംഗ് കാര്യമായിട്ടില്ല, കൂടുതൽ ഗ്രോസറി ഷോപ്പിങ്ങിനും എന്താ പറയുക സദ്യക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ച് അങ്ങനത്തെ. ഇതിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഒക്കെ ബുർക്ക വേണമെന്നും പറഞ്ഞിട്ട് നമ്മൾ ഷാർജയിലുള്ള അൽഫാം എമിറേറ്റ്സിൽ ഇങ്ങനെ അതുവഴി പോയപ്പോൾ അവിടെ ഒന്ന് കയറി നോക്കിയതാണ്. അപ്പോൾ അവിടെ ബുർക്കൻ്റെ ഒരുപാട് കളക്ഷൻ അങ്ങനെയൊന്നുമില്ല, ഒരു കുറച്ച് സ്ഥലത്ത് മാത്രം ഉണ്ടായിന്. അപ്പോൾ നോക്കുമ്പോൾ പിന്നെ ഞാൻ ഇതിന് മുമ്പ് അജ്മാൻ്റെ ഒരു ബുർക്കൻ്റെ ഒരു ഷോപ്പിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായില്ല, അപ്പോൾ അത്രയ്ക്കൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ അതുമല്ല അടുത്ത് നോക്കുന്നതിനേക്കാൾ ഇവിടെ കുറച്ച് വില കൂടുതലുണ്ടായിന്. അപ്പോൾ പിന്നെ അങ്ങനെ ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടിയതുമില്ല. ഒന്ന് രണ്ടെണ്ണെല്ലാം നല്ലതുണ്ടായിരുന്നു, പിന്നെ കുറച്ച് വില കൂടുതലാണ്. അപ്പോൾ അജ്മാനിൽ തന്നെ നോക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ അവിടെ നിന്നൊന്നും എടുത്തിട്ടില്ല. പിന്നെ കയറിയ സ്ഥിതിക്ക് ഞാൻ പിന്നെ കുറച്ച് വീഡിയോസ് എടുത്തതന്നേ ഉള്ളൂ. ഒരു മൂന്നാലെണ്ണം നല്ലതെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടെയും കൂടി നോക്കിയിട്ട് ഒന്നും പിടിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ വന്നിട്ട് എടുക്കാമെന്നുള്ള ഇതിൽ പിന്നെ ഇവിടുന്ന് എടുത്തിട്ടില്ല. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞിട്ടില്ല, കുറേയൊന്നും ഇല്ല അങ്ങനെ ഈ ഒരു കാണുന്ന കുറച്ച് സ്ഥലത്തേ ഉള്ളൂ. പിന്നെ അവിടെ കൂടുതൽ മുഹാവർ അതന്നെയുള്ള, ഞാൻ അന്നൊരു മുഹാവറിൻ്റെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഡ്രസ്സ്. അപ്പോൾ അങ്ങനത്തെ ഇഷ്ടം പോലെ ഉണ്ട്, വില ഉള്ളതും കുറഞ്ഞ വിലക്കുള്ളതും കൂടുതലുള്ളതും എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരുപാട് കളക്ഷൻസ് ആവുന്നുണ്ട്. ഞാൻ പിന്നെ അതിൻ്റെ അടുത്തേക്കൊന്നും കൂടുതൽ പോയിട്ടില്ല. പിന്നെ ഇങ്ങനത്തെ കുറേ ബാഗും അങ്ങനെ ഇങ്ങനെയുള്ളത് തന്നെ, അപ്പോൾ അതൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് പിന്നെ ഒന്ന് ഓടിച്ചെല്ലൊന്ന് വീഡിയോ എടുത്തിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫ്രൈയോയിൽ വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. രാത്രി കുറച്ച് ലേറ്റ് ആയിനേനും പിന്നെ നമുക്ക് സാധനമെല്ലാം വാങ്ങേണ്ടതുകൊണ്ട് വേഗം ഫുഡ് കഴിച്ചിട്ട് പിന്നെ എന്താ പറയുക സാധനമെല്ലാം വാങ്ങിയിട്ട് വീട്ടിൽ പോകുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രൈയോയിൽ വന്ന് ഇതിൻ്റെ ഒരു വീഡിയോ ടിക്ടോക്കിലും ഇൻസ്റ്റയിലെല്ലാം റീൽ കണ്ടിട്ടുണ്ടായിന്. അങ്ങനെ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ച് പിന്നെ ഷോപ്പിങ്ങിനായിട്ട് ഗ്രോസറി ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് പിന്നെ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കൂടുതൽ ഇങ്ങനെ നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതൊരു ഐസ്ക്രീം എല്ലാം കുടിച്ച് നേരെ വീട്ടിലെത്തി. ലേറ്റ് ആയിനേനും രാത്രി. പിന്നെ ഇതായി കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം പിന്നെ ഒന്ന് എടുത്തിട്ട് ഫ്രിഡ്ജിലെല്ലാം വെക്കുക. എന്തുണ്ടാക്കണം എന്നുള്ളൊരു പ്ലാനൊന്നും ഇല്ലായിരുന്നു, എന്തെല്ലോ വാങ്ങി എന്തെല്ലോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ കുറേ ദിവസം ഇങ്ങനെ സാധാ ചോറും കുറേ കറികളെല്ലാം ഒത്തിരി നാളായി നോമ്പ് കഴിഞ്ഞതിന് ശേഷം എനിക്കൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഇവിടെ എപ്പോഴും പരിപ്പ് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടവും. ഉണ്ട് പരിപ്പും ചോറും അങ്ങനെ എന്തെങ്കിലും പൊരിച്ച് അങ്ങനെയെല്ലാം ഉണ്ടായാലുള്ളൂ. അപ്പോൾ ഇന്നൊരു എന്താ പറയുക ഒരു സദ്യ തന്നെ ഉണ്ടാക്കാമെന്ന് അങ്ങനെ വിചാരിച്ച്. നല്ല ഉണക്ക ചെമ്മീനെല്ലാം വാങ്ങിയിട്ടുണ്ട്, അത് വെച്ചിട്ട് നല്ല ചമ്മന്തിയെല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൽ സദ്യയിലെ പോലത്തെ ഐറ്റംസ് ഒന്നും ആയിരിക്കില്ല, ഞാൻ വാങ്ങിയ എന്തെല്ലോ വെച്ചിട്ട് എന്താ പറയുക അതിനെക്കൊണ്ട് എന്തെല്ലോ റെഡിയാക്കാമെന്നുള്ളൊരു പ്ലാനായിരുന്നു. അപ്പോൾ ഒന്നൊരു പ്ലാനൊന്നും ഇല്ല, റെസിപ്പിയൊന്നും നോക്കിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ രാത്രിയല്ലേ പെട്ടെന്ന് അങ്ങ് തീരുമാനിച്ചതായിരുന്നു. അപ്പോൾ ഹസിൻ്റെ ഫ്രണ്ട് നാട്ടിൽ നിന്ന് വരുമ്പം കുറച്ച് ചക്കക്കുരു കൊണ്ട് തന്നിട്ടുണ്ടായിന്. അപ്പോൾ ആ ചക്കക്കുരു വെച്ചിട്ട് എന്തെങ്കിലും കറിയാക്കാം, പിന്നെ അതിൻ്റെ കൂടെ ചെറിയ മട്ടത്തിലൊരു എന്താ പറയുക ലഞ്ച് റെഡിയാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ പിറ്റേന്ന് പെങ്ങളെ ഹസ്ബൻഡും ലഞ്ചിന് വരുന്നുണ്ടെന്ന് കേട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇതന്നെ കുറച്ചധികം ഉണ്ടാക്കിയിട്ട് അങ്ങനെ ആക്കാം. പിന്നെ ബിരിയാണി നെയ്ച്ചോറെല്ലാം എപ്പോൾ തിന്നുന്നില്ലേ എന്ന് വിചാരിച്ച് അങ്ങനെയായിരുന്നു പ്ലാന്. പിന്നെ ഒരു കുനാഫ ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് പിന്നെ വന്നപ്പം തന്നെ രാത്രി ഒറ്റയടിക്ക് തന്നെ എല്ലാവരും തിന്നു തീർത്ത്. പിന്നെ ഇത് രാവിലെയായി, ഞാൻ കുറച്ച് നേരത്തെ തന്നെ എണീച്ചിട്ടുണ്ടായിന്. പിന്നെ ശരിക്കും ഇത് സദ്യ ഉണ്ടാക്കുന്നത് നല്ലൊരു പണിയാണല്ലോ, പിന്നെ വീഡിയോ കൂടി എടുക്കുന്നതുകൊണ്ട്. പിന്നെ ചക്കക്കുരു ഞാൻ തലേന്ന് ഒന്ന് തൊലിയെല്ലാം കളഞ്ഞിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിന്. അപ്പോൾ പിറ്റേന്ന് എൻ്റെ സ്കിന്ന് എന്താ പറയുക കളയാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ചക്കക്കുരു ഒന്ന് വേവാൻ വെക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ സ്കിന്നെല്ലാം കുറച്ചൊന്ന് കളഞ്ഞ് ഒരു 2-3 പീസാക്കി നീളത്തിൽ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ മാങ്ങയും പച്ച മാങ്ങയും പിന്നെ ഒരു മുരിങ്ങക്കായും കൂടി ഇട്ടിട്ട് വേവിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ ചക്കക്കുരു കുക്കറിലിട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും
ഇട്ടിട്ട് കുക്കറൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കുക. ഒരു 2-3 വിസിൽ മതിയാവും. പിന്നെ അത് വേവുന്ന സമയം ഞാനിതാ ക്യാരറ്റ് ഒന്ന് തോരനാക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിന്. അതിലേക്ക് കറിവേപ്പിലയും ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും പിന്നെ കാണിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. ഈ വറവുണ്ടാക്കുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഈ ക്യാബേജും ക്യാരറ്റും എന്താ പറയുക ചീര ഇതെല്ലാമാണ്. അപ്പോൾ ഞാൻ ക്യാബേജ് എടുത്തിട്ടുണ്ടായിന്. എനിക്ക് കൂടുതൽ ഇഷ്ടം ക്യാബേജ് തോരന. പക്ഷെ അത് എടുത്തത് പിന്നെ എന്തോ എനിക്ക് തോന്നുന്നു കൗണ്ടറിലെത്തിയപ്പോൾ മറന്നുപോയതാണോ എന്തോ നമ്മൾ ട്രോളിയിലിടാൻ വിട്ടുപോയതാണോ എന്നറിയില്ല. പിന്നെ ഞാൻ ക്യാരറ്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ പിന്നെ അത് വെച്ചിട്ട് തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കടുവെല്ലാം പൊട്ടിച്ച് ക്യാരറ്റെല്ലാം ഇട്ട് കൊടുത്ത് പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഉപ്പെല്ലാം ഇട്ടിട്ട് ഒന്നവിടെ അടച്ച് വെക്കുക. അങ്ങനെ നമ്മളെ ചക്കക്കുരു ഇവിടെ വെന്തിട്ടുണ്ട്. ശരിക്കും ഇത് നല്ല അടിപൊളി കറി കേട്ടോ. ഇത് മാങ്ങ മാത്രം ഇട്ടിട്ടും അല്ലാണ്ട് എന്താ പറയുക മുരിങ്ങ മാത്രം ഇട്ടിട്ടും അങ്ങനെ എല്ലാം ഉണ്ടാക്കും. ഞാനിപ്പം ഒരു മുരിങ്ങയും പിന്നെ ഒരു പകുതി പച്ച മാങ്ങയും, നല്ല പച്ച മാങ്ങ ആയിരിക്കണം, അതും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് വേവിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കുന്നുണ്ട്. അതിനായിട്ട് തേങ്ങയും പിന്നെ ഒരു 2-3 ചുവന്നുള്ളി, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ക്യുമിൻ സീഡ്, ചെറിയ ജീരകം ഉണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ട് പിന്നെ ഒരല്ലി വെളുത്തുള്ളിയും കൂടി ഇടുന്നുണ്ട്. അതും ഇട്ടിട്ട് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കാം. പച്ചമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് വേവിക്കുമ്പോൾ അങ്ങനെ ഇടാം. ഞാനിപ്പോൾ തേങ്ങയിലിട്ടിട്ട് അരയ്ക്കുക ചെയ്തത്. ഇനിയിപ്പോൾ വെന്ത അത് ഞാൻ കുക്കറിൽ നിന്ന് വേറൊരു ചെമ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചിട്ടുള്ള തേങ്ങ ഒഴിച്ച് കൊടുക്കാം. അതിൽ എന്താ പറയുക ഗ്രൈൻഡറിൽ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കാം. പിന്നെ ഇതിലെല്ലാം കാച്ചി ഒഴിക്കലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് കാച്ചി ഒഴിക്കുന്ന സംഭവമെല്ലാം നമുക്ക് ലാസ്റ്റ് ചെയ്യാം. കുറേ എണ്ണത്തിന് ഇങ്ങനെ ഒഴിക്കാനുണ്ടാവുമല്ലോ, അപ്പോൾ അത് ഒരുമിച്ചിട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ചക്കക്കുരുവെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. ഇനിയിപ്പോൾ അതവിടെ അടിച്ച് വെക്കാം. നല്ല തിളച്ച് ഫ്ലെയിം ഓഫാക്കി. ഇനിയിപ്പോൾ കപ്പ വാങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ ഇതിനെ കൊണ്ട് ഞാനൊരു കപ്പ അവിയൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 എണ്ണം ഉണ്ട്. ഞാൻ വിചാരിച്ച ഒന്ന് മതി, ഒന്ന് തന്നെ കുറേ ഉണ്ടാവും. അപ്പോൾ ഒന്ന് ഞാനിതൊരു കവറിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഈ കപ്പ, ചേന ഇതെല്ലാം വാങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സിപ്ലോക്ക് ബാഗിലോ ഇങ്ങനെ ഒരു കവറിലോ ആക്കിയിട്ട് കെട്ടി വെക്കല. അപ്പോൾ ഫ്രിഡ്ജിലൊന്നും അതിൻ്റെ ആ ഒരു മണ്ണും പൊടിയൊന്നും ഉണ്ടാവില്ല. ഞാനതെല്ലാം ഫ്രിഡ്ജിൽ തന്നെ വെക്കാം. അപ്പോൾ കുറേ നാൾ നിൽക്കും. പിന്നെ ഞാൻ ഇതിനെ കൊണ്ട് ഉണ്ടാക്കുന്നത് ഒരു കപ്പ അവിയലാണ്. ഇത് പണ്ടെപ്പോഴോ ഞാൻ വനിതയിൽ കണ്ട ഒരു റെസിപ്പി ആയിരുന്നു. അപ്പോൾ അന്ന് ഉണ്ടാക്കിയിട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് എല്ലാവരും എന്താ പറയുക നല്ല രസമുണ്ടെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു പേപ്പറെല്ലാം വിരിക്കുകയാണെങ്കിൽ ഇതുപോലെ ക്ലീൻ ആക്കാനെല്ലാം നല്ല ഈസി ആയിരിക്കും. കപ്പ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എപ്പോൾ ഈ ഒരു റെസിപ്പി മാത്രമേ ഉണ്ടാക്കലുള്ളൂ. കപ്പ വിരകിയത് പോലത്തെ ഒരു ഐറ്റമാണ്. അപ്പോൾ അതിനായിട്ട് കപ്പ നല്ലോണം ക്ലീൻ ചെയ്ത് ചെറിയ ചെറിയ പീസാക്കി എന്നാൽ പെട്ടെന്ന് കുക്കാൻ വേണ്ടിയിട്ട് ഇത് വെന്ത് എന്താ പറയുക ഉടച്ചെടുക്കുന്നതാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ആവശ്യത്തിന് വേവാനുള്ളൊരു വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് നല്ലോണം വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ കപ്പ വേകുന്ന സമയം കൊണ്ട് നമ്മളെ മെയിനായിട്ടുള്ള ഒരു ഐറ്റം ഇതാണ് ഉണക്കച്ചെമ്മീൻ. ഞാനിത് ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനെ കൊണ്ട് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിനായിട്ട് ഞാനിതിപ്പോൾ അതിൽ നിന്ന് ഒരു പിടി എടുത്തിട്ട് നല്ലോണം കഴുകി അതിൻ്റെ തലയും വാലെല്ലാം ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയ തീയിൽ വെച്ചിട്ട് ആ ഒരു എന്താ പറയുക ചെമ്മീൻ്റെ വെള്ളമയം പോകുന്ന വരെ ഒന്ന് റോസ്റ്റ് ആക്കാം. അപ്പോൾ റോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ച് ഭയങ്കര സ്മെല്ലായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അത്രക്കൊന്നും ഉണ്ടായിട്ടില്ല, ചെറിയൊരു സ്മെല്ല് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇനി അതൊന്ന് എന്താ പറയുക കുറച്ചൊന്ന് റോസ്റ്റായി വരുമ്പോൾ നമുക്കിതിലോട്ടൊരു 3-4 വറ്റൽ മുളകുണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് അതും റോസ്റ്റ് ചെയ്തെടുക്കാം.
ഞാനിത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ചെമ്മീനേ എടുത്തിട്ടുള്ളൂ. ആദ്യം ഇതിൻ്റെ ടേസ്റ്റെല്ലാം എങ്ങനെയുണ്ട് എന്താ നോക്കാം, കൂടിപ്പോണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനൊരു പിടിയേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതുമെല്ലാം നല്ലോണം റോസ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ ചെമ്മീൻ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പൊടിയുന്നൊരു പരുവായി കഴിഞ്ഞാൽ എല്ലാം നല്ലോണം റോസ്റ്റ് ആയിട്ടുണ്ട് എന്ന്. അപ്പോൾ ഞാനിത് അങ്ങനെ ഒന്ന് പൊടിച്ച് നോക്കി. അപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് 1-2 മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറൊരു ഐറ്റമാണ് ഈ കോവയ്ക്ക. ഇതും ഞാൻ അധികമൊന്നും അങ്ങനെ കൂടുതലൊന്നും വാങ്ങി ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ കോവയ്ക്ക കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇതും കൂടി ഇരിക്കട്ടെ, ഇതിനെ കൊണ്ടും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതും കുറച്ച് എടുത്തിട്ടുണ്ട്. ശരിക്കും കോവയ്ക്ക ഭയങ്കര നല്ല സാധനം, എന്തൊക്കെയോ വിറ്റാമിനും അതും ഇതെല്ലാം അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് കേൾക്കുന്നത്, എനിക്കറിയില്ല. അപ്പോൾ അതും എല്ലാം ഒന്ന് കഴുകി അതിൻ്റെ ഒരു 2 സൈഡും ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തവിടെ വെക്കുന്നുണ്ട്. ഇതിനെക്കൊണ്ടൊരു മെഴുക്ക് പുരട്ടി പോലത്തെ ഞാനൊരു റെസിപ്പി നോക്കിയപ്പോൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു മെഴുക്ക് പുരട്ടി കണ്ട്. അപ്പോൾ അതന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് 4 പീസാക്കിയിട്ട് നീളത്തിൽ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി. ഇത് നിങ്ങൾ കോവയ്ക്കയില എത്ര ഉണ്ടോ അതിനനുസരിച്ചിട്ട് പൊടികളെല്ലാം ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കായത്തിൻ്റെ പൊടിയുണ്ടല്ലോ, കായം, അതും ഒരു പിഞ്ച് അതും കൂടി ഇട്ടിട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതേപോലെ എന്നിട്ടൊരു 5-10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാറ്റി വെക്കാം. നമ്മൾ ഈ ചേനയെല്ലാം പൊരിക്കില്ലേ അതെല്ലാം പോലെ തന്നെ. വേവിക്കാനിട്ട കപ്പ നല്ലോണം വെന്തിട്ടുണ്ട്. ഇതിനി ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ആ കപ്പയിലോട്ടുള്ള അരപ്പ് ഒന്ന് റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഞാനിത് നേരത്തെ അരച്ചിട്ട് വെച്ചിട്ടുള്ള മിക്സി തന്നെ, അത് ഞാൻ കഴുകിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അതിൽ തന്നെ വീണ്ടും തേങ്ങയെല്ലാം അരക്കേണ്ടതുകൊണ്ട് ഒരു 2 പിടി തേങ്ങ മതിയാവും, കൂടുതൽ വേണ്ട. കപ്പൻ്റെ ഒരു ടേസ്റ്റാണ് നമുക്ക് മുമ്പിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ കുറച്ച് തേങ്ങ ഇട്ടിട്ട് 2 പിടിയും നിറയൊന്നുമില്ല. ഇനി ഇതിലേക്കൊരു 2-3 ചുവന്നുള്ളിയും പിന്നെ ഒരു പച്ചമുളക് 1-2 വേണമെങ്കിലിടാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ചെറിയ ജീരകം ഉണ്ടല്ലോ, ക്യുമിൻ സീഡ്, അതും കുറച്ചൊന്നിട്ട് കൊടുക്കാം. പിന്നെ 1 അല്ലി വെളുത്തുള്ളി, ഇതും കൂടി ഇട്ടിട്ട് ഇതും നല്ലോണം മഷി പോലെ ഒന്ന് അരച്ചെടുക്കുക. തീരെ അരയുന്നില്ല എന്ന് കണ്ടാൽ കുറച്ചൊന്ന് വെള്ളം കുറേശ്ശൊന്ന് ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ ആ സമയം നമ്മൾ കോവയ്ക്ക് ഒന്ന് ഫ്രൈ ആക്കാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 2 തണ്ട് കറിവേപ്പിലയും ഇട്ട് അതിലേക്ക് കോവയ്ക്ക് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. ഇനി കപ്പയിലോട്ട് നമ്മൾ അരച്ചിട്ടുള്ള തേങ്ങയും ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ മിക്സിയിൽ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിട്ട് അതും ഒന്ന് മിക്സാക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ടൊന്ന് തിളപ്പിക്കുക. ഇതിപ്പോൾ കപ്പ ആയതുകൊണ്ട് തന്നെ നല്ല ഒരു പിടുത്തം ഉണ്ടാവും, ഇളക്കുമ്പോൾ എല്ലാം ഭയങ്കര ഒരു ടൈറ്റ് ആയിരിക്കും. എന്നിട്ട് ചെറിയ തീയിൽ ഇതൊന്ന് തിളക്കട്ടെ. പിന്നെ ഇതിൻ്റെ എല്ലാം കാച്ചി ഒഴിക്കൽ എല്ലാം ലാസ്റ്റ് നോക്കാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചമ്മന്തി റെഡിയാക്കാം. അതിനായിട്ട് പിന്നെ ഈ സെയിം ജാറിലോട്ട് 2-3 ചുവന്നുള്ളിയും പിന്നെ ഒരു പച്ച മാങ്ങേൻ്റെ ഒരു 1/4 ഭാഗത്തോളം, ഒരു പകുതി മുക്കാലോളം എടുത്തിട്ടുണ്ട്. പിന്നെ അതും പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വറ്റൽ മുളകുണ്ടല്ലോ ആ ചെമ്മീൻ്റെ കൂടെ, അതിൽ നിന്ന് വറ്റൽ മുളക് മാത്രം എടുത്തിട്ട് അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് അരക്കുക. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തരി പോലെ അങ്ങനെ ഒന്ന് ചമ്മന്തി റെഡിയാക്കി എടുക്കുക. ഞാനിതിപ്പോൾ അരച്ചപ്പോൾ കുറച്ച് നല്ലോണം ഒന്ന് അരിഞ്ഞു പോയി.
അപ്പോൾ അത് ഞാൻ പിന്നെ വീണ്ടും ഒന്നും കൂടി അരച്ചിട്ട് ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കിങ്ങനെ പൊടി പൊടി പോലെ അങ്ങനെയും റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മളിതാ അടിപൊളി എന്താ പറയുക ഉണക്ക ചെമ്മീൻ മാങ്ങ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ശരിക്കും ഇതെല്ലാം നമ്മൾ ആ നാട്ടിൽ നിന്ന് അമ്മിയിലെല്ലാം അരച്ചിട്ട് ആ അമ്മിയിൽ കുറച്ച് ചോറെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ കുഴച്ച് തിന്നണം. വാവ്, ഓർക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു. അപ്പോൾ അത്രയും ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതാ നമ്മളെ മെഴുക്ക് പുരട്ടി, കോവക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. എല്ലാം ഫ്രൈ ആയി. ഇനി അതും ഒരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. ഇതും ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സംഭവം വിചാരിച്ച പോലെയല്ല, നല്ല രസമുണ്ടായിന് അങ്ങനെ തന്നെ കഴിക്കാൻ. ഇനി ഇതാ നമ്മൾ ചെമ്മീൻ പൊരിച്ചതൊന്ന് റെഡിയാക്കണം. ഇപ്പോൾ എന്താ പറയുക, എന്തായാലും ഒരു ഫിഷ് ഇല്ലാണ്ട് പറ്റൂലല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ പ്രോൺസാണ് വാങ്ങിയിട്ടുണ്ടായി. അപ്പോൾ ഇത് എന്താ പറയുക, ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് പണ്ടേ എൻ്റെ മദർ ഇൻ ലോൻ്റെ കണ്ടിട്ട് മേടിച്ചതാണ്. ഭയങ്കര ടേസ്റ്റാണ് ചെമ്മീൻ. ഇതേപോലെ കുറച്ചിങ്ങനെ കക്കം ഉണ്ടാവില്ല, ഒരു ഇത്തിരി ഗ്രേവി പോലെ, ഗ്രേവി അല്ല, ഒരു പെരണ്ടിരിക്കുന്ന പോലത്തെ എന്താ പറയുക ഫ്രൈ ആയത്, കുറച്ച് മസാലയിലെല്ലാം പൊതിഞ്ഞ പോലത്തെ. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ചെമ്മീൻ നല്ലോണം ക്ലീൻ ചെയ്ത് അതിലേക്ക് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി അതിങ്ങനെ കുറച്ച് കുറച്ച് മതി. പിന്നെ ഒരു വലിയ ഉള്ളിൻ്റെ ഒരു പകുതി അതും കൂടി ചോപ്പ് ചെയ്തിട്ട് അതും എല്ലാം ഇട്ടിട്ട് എല്ലാം നല്ലോണം ഒന്ന് ഇളക്കി എല്ലാം മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക. നമ്മൾ ഫ്രൈ ആക്കുന്ന ആ ഒരു കടായി തന്നെ ഇത് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചാൽ മതി. പിന്നെ ഇതിൽ എന്താ പറയുക, ഒരു മീഡിയം സൈസ് തക്കാളി കൂടി ഇടുന്നുണ്ട് കേട്ടോ. അത് പറയാൻ വിട്ടുപോയി. അതെന്തായാലും എന്താ പറയുക മസ്റ്റായിട്ട് ഇടണം. ഇനിയിപ്പോൾ ഇതാ എല്ലാം താളിച്ച് വയ്ക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഇതാ ക്യാരറ്റ് തോരൻ ഉണ്ടാക്കിയിട്ടില്ല, ആ ഒരു സെയിം കടായി തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ വീണ്ടും വീണ്ടും പാത്രങ്ങളിങ്ങനെ കഴുകണ്ടല്ലോ. അപ്പോൾ അത് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ആ ഒരു കടായിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പില, ഒരു 3-4 വറ്റൽമുളക്, ഇത് നമ്മളെ കപ്പ അവിയലുണ്ടല്ലോ അതിലേക്ക് കാച്ചി വയ്ക്കുന്നതാണ്. ഇതിൽ കടു വേണ്ട. അപ്പോൾ ഇതേപോലെ എപ്പോഴും ഞാൻ കുറച്ച് വലിയ കടായി താളിക്കാനെല്ലാം എടുക്കാൻ, ചെറുത് എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും എന്നോട് എന്താ പറയുക കറിവേപ്പിലെല്ലാം ഇടുന്ന സമയത്ത് ഒന്നുകിൽ ഗ്യാസ് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ തീ ആ പാത്രത്തിലോട്ട് കയറിയിട്ട് ആകെ ഒരു ബേജാറായിപ്പോവും. അപ്പോൾ ഇതാകുമ്പോൾ നല്ല എന്താ പറയുക അത്ര പേടിക്കാനൊന്നുമില്ല. എത്ര വേണമെങ്കിലും നമുക്ക് കറിവേപ്പിലയും ഇതെല്ലാം ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം, അല്ലെങ്കിൽ എപ്പോൾ എനിക്കത് ഓഫ് ചെയ്യേണ്ടി വരും. പിന്നെ ഇത് ചക്കക്കുരു കറി ഉണ്ടല്ലോ അതിലേക്കുള്ള താളിപ്പാന്ന്. ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടു പൊട്ടിയതിന് ശേഷം കുറച്ച് ചുവന്നുള്ളി, ഒരു 3-4 ചുവന്നുള്ളി അരിഞ്ഞതും, 3-4 വറ്റൽമുളക്, ഒരു പിടി കറിവേപ്പില. ഇതൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടൊന്ന് വഴറ്റുന്നുണ്ട്. എന്താ പറയുക കറിക്കൊരു ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. മുളക് പൊടി ഇട്ടിട്ട് പിന്നെ കരിഞ്ഞൊന്നും പോകരുത്. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ശരിക്കും നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. ആ ഒരു മാങ്ങൻ്റെ ഒരു പുളിയും ചക്കക്കുരു ഫ്ലേവറും മുരിങ്ങൻ്റെ ഒരു ടേസ്റ്റും എല്ലാം കൂടിയായിട്ട് നല്ല അടിപൊളിയാണ്. അങ്ങനെ അത് അവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കപ്പ അവിയലുണ്ടല്ലോ അതിലേക്ക് കുറച്ച് തൈര്, 2-3 ടേബിൾ സ്പൂൺ തൈര് അവസാനം ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കിച്ചണിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇതാ കിച്ചണെല്ലാം ഒന്ന് ക്ലീൻ ആക്കണം, പണിയെല്ലാം ഏകദേശം കഴിഞ്ഞ്. ഇനിയിപ്പോൾ ഇതാ ചെമ്മീനും ഒന്ന് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മേലെ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ ഒന്നിങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചിട്ട് അങ്ങനെ ചെമ്മീനും ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. അതും ഇതാ ഒരു പാത്രത്തിലോട്ട് മാറ്റി. പിന്നെ എന്താ പറയുക സമയമായി. പിന്നെ ഇതാ സേമിയ പായസം കൂടിയുണ്ട്, പിന്നെ പരിപ്പ് കറിയും. അത് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇതാ അങ്ങനെ അൽഹംദുലില്ലാ ഇന്നത്തെ നല്ല അടിപൊളി ലഞ്ച് ഇവിടെ കഴിഞ്ഞ്. വീഡിയോ ഒന്നും എനിക്ക് ഫുള്ളായിട്ട് ആ ലാസ്റ്റ് ടൈം വിളമ്പൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ എല്ലാവരും തിരക്കായല്ലോ, പിന്നെ സമയവുമായി. അപ്പോൾ ഇതാ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.